പ്രവീൺ നെട്ടാരു വധക്കേസിലെ പ്രതിക്ക് കൊച്ചിയിൽ ഒളിത്താവളമൊരുക്കിയത് PFI കേന്ദ്രങ്ങൾ. പ്രവീൺ നെട്ടാരു വധക്കേസിലെ മുഖ്യപ്രതി അബ്ദുൾ നാസർ, അധ്യാപകന്റെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതി സവാദ് എന്നിവർക്ക് വർഷങ്ങളോളം സുരക്ഷിത താവളങ്ങൾ കേരളത്തിൽ ലഭിച്ചിരുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ആണ് ചേരുന്നത്. രേഷ്മ, PFIയുടെ കില്ലിംഗ് സ്ക്വാഡ് നടത്തിയ വളരെ പ്രധാനപ്പെട്ട ആക്രമണങ്ങളിൽ ഒന്നായിരുന്നല്ലോ യുവമോർച്ചയുടെ ജില്ലാ നേതാവായ പ്രവീൺ നെട്ടാരുവിനെ വധിച്ച സംഭവം. ഒപ്പം നമുക്കറിയാം 2010 ജൂലൈയിലാണ് തൊടുപുഴയിലെ ന്യൂമാൻസ് കോളേജിലെ പ്രധാന അധ്യാപകനായിരുന്ന ജോസഫ് മാഷിന്റെ കൈയും ജിഹാദികൾ വെട്ടിമാറ്റിയത്. അപ്പോൾ ഇത്തരം പ്രധാനപ്പെട്ട കേസുകളിലെ എല്ലാം കൊടും ഭീകരന്മാർക്ക്, ഇത് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കൊടും ഭീകരന്മാരുടെ താവളമായി കേരളം മാറിയെന്നത് മാത്രമല്ല, ഇവർക്കെല്ലാം താവളം ഒരുക്കിയത് PFI ആണ് എന്ന കൃത്യമായ വിവരമാണോ ഇപ്പോൾ NIA പോലെയുള്ള കേന്ദ്ര ഏജൻസികൾ നമുക്ക് നൽകുന്നത്? രേഷ്മ, അതെ ഗൗതം, അതായത് കൊലപാതകം ഉൾപ്പെടെയുള്ള ഗൗരവകരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് വരുന്ന PFI ഭീകരവാദികൾക്ക് കേരളത്തിൽ തണലൊരുക്കുന്നുണ്ട്, അതായത് സുരക്ഷിതമായിട്ടുള്ള ഒളിത്താവളങ്ങൾ സജ്ജമാക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ലഭ്യമായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഈ പ്രവീൺ നെട്ടാരു വധക്കേസിലെ പിടികൂടാനായിട്ടുള്ള പ്രതിയായിട്ടുള്ള അബ്ദുൾ നാസറിനെ NIA പിടികൂടിയിരുന്നു, അറസ്റ്റ് ചെയ്തിരുന്നു. കൊച്ചി, ബംഗളൂരു NIA യൂണിറ്റുകൾ സംയുക്തമായിട്ട് നടത്തിയ ഓപ്പറേഷന്റെ ഭാഗമായിട്ടായിരുന്നു പള്ളുരുത്തിൽ നിന്നും അബ്ദുൾ നാസറിനെ പിടികൂടാൻ സാധിച്ചത്. 3 വർഷമായിട്ട് ഇയാൾ കേരളത്തിൽ PFIയുടെ കേന്ദ്രങ്ങളിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു. ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും പ്രാദേശിക തലത്തിൽ നിന്ന് ലഭിച്ചതായിട്ടാണ് അന്വേഷണ ഏജൻസിക്ക് വിവരം ലഭിച്ചിട്ടുള്ളത്. അതായത് PFIയുടെ തന്നെ ശക്തി കേന്ദ്രങ്ങളിൽ ഇവരെ ഒളിച്ചു താമസിപ്പിക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുകയും ചെയ്തിരുന്നു. ഈ PFI നിരോധിച്ചതിന് ശേഷവും അതിന്റെ സ്ലീപ്പർ സെല്ലുകളൊക്കെ തന്നെ സജീവമാണ്. ഇത് സംബന്ധിച്ച് IB നേരത്തെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അതായത് നിശബ്ദമായിട്ടുള്ള രീതിയിൽ എല്ലാ സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങളിലും PFI നിരോധിച്ച ഈ ഘട്ടത്തിൽ പോലും പ്രവർത്തകർ ഉണ്ട് എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും വരുന്ന ആളുകൾക്ക് സുരക്ഷിതമായിട്ടുള്ള താവളം ഒരുക്കാനായിട്ടുള്ള എല്ലാ സഹായങ്ങളും ഈ പ്രാദേശിക തലത്തിൽ ലഭ്യമാക്കുന്നത്. അതായത് PFIയുടെ ശക്തി കേന്ദ്രങ്ങളിൽ PFIയുടെ തന്നെ ഭീകരവാദികളായിട്ടുള്ള ആളുകൾ ഈ പറയുന്ന കുറ്റവാളികൾക്ക് ഒളിച്ചു താമസിക്കാനായിട്ടുള്ള ഇടം കണ്ടെത്തി കൊടുക്കും. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ഈ പ്രാദേശിക കേന്ദ്രത്തിലെ പ്രവർത്തകർ തന്നെയാണ് കൊണ്ടുവന്ന് കൊടുത്തിരുന്നത്. നമുക്കറിയാം, ഈ 2010 ജൂലൈ 10-ാം തീയതിയാണ് ന്യൂമാൻസ് കോളേജിലെ അധ്യാപകനായിട്ടുള്ള TJ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിയെടുത്തത്. പ്രവാചക നിന്ന് ആരോപിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ കൈപ്പത്തി വെട്ടിയെടുത്തത്. അതിലെ സുപ്രധാനമായിട്ടുള്ള കണ്ണിയായിട്ട് അല്ലെങ്കിൽ മുഖ്യപ്രതിയായിട്ടുള്ള സവാദിനെയും ഒളിച്ചു താമസിപ്പിക്കാനായിട്ടുള്ള എല്ലാ സഹായവും നൽകിയത് PFI കേന്ദ്രങ്ങൾ തന്നെയാണ്. എന്തായാലും ഈ ഫണ്ട് വിദേശത്ത് നിന്ന് ഇവർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ള വിവരവും അതുമായി ബന്ധപ്പെട്ടുള്ള ചില തെളിവുകൾ കൂടി അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രവീൺ നെട്ടാരു കൊല്ലപ്പെടുന്നത് 2022 ജൂലൈ 26-നാണ്. അതിനുശേഷം വ്യാപകമായിട്ട് 2024 റെയ്ഡ് 16 ഇടങ്ങളിൽ NIA നടത്തിയിരുന്നു. അതിൽ എറണാകുളം ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടന്നതാണ്. അന്ന് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് സൂചനകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ NIAക്ക് ലഭിച്ചിരുന്നില്ല. പക്ഷെ അതിനുശേഷം ചില രഹസ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ പള്ളുരുത്തി അല്ലെങ്കിൽ കൊച്ചി കേന്ദ്രീകരിച്ച് PFIയുടെ ശക്തി കേന്ദ്രത്തിൽ അബ്ദുൾ നാസർ ഉണ്ട് എന്നുള്ള രഹസ്യ വിവരം NIA അന്വേഷണ ഏജൻസിക്ക്, അന്വേഷണ സംഘത്തിന് ലഭിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സംയുക്തമായിട്ട് നടത്തിയ ഒരു ഓപ്പറേഷന്റെ അടിസ്ഥാനത്തിൽ പള്ളുരുത്തിൽ നിന്നും അബ്ദുൾ നാസറിനെ കഴിഞ്ഞ ദിവസം പിടികൂടിയത്. എന്തായാലും അബ്ദുൾ നാസറിനെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ ആരുടെയൊക്കെ തന്നെ സഹായമാണ് പ്രാദേശിക തലത്തിൽ ലഭിച്ചിട്ടുള്ളത്, ആരൊക്കെ തന്നെ ഇക്കാര്യത്തിൽ ഒളിത്താവളം ഒരുക്കി, ഇത് സംബന്ധിച്ചുള്ള വ്യക്തത ഉണ്ടാകും. അതിന് ശേഷമായിരിക്കും ഈ സഹായികളെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കും നടപടിയിലേക്കും NIA കടക്കുക. രേഷ്മ, വ്യക്തമാണ് എത്രത്തോളം ഗൗരവമുള്ള വിഷയമാണിത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന കൊടും ഭീകര സംഘടനയുടെ നിരോധനത്തിന് ശേഷവും അവരുടെ പ്രധാനപ്പെട്ട ഭീകരന്മാർക്ക്, പ്രത്യേകിച്ച് കേന്ദ്ര ഏജൻസികൾ തിരയുന്ന PFIയുടെ പ്രധാന ഭീകരന്മാരെല്ലാം അവരുടെ ഒളിത്താവളമായി ഇടം നേടുന്ന സ്ഥലം നമ്മുടെ കൊച്ചു കേരളമാണ് എന്നതാണ്. പ്രവീൺ നെട്ടാരു വധക്കേസുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ കൊടും ഭീകരനായ അബ്ദുൾ നാസറിനെ കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ പള്ളുരുത്തിയിൽ നിന്നാണ് ദേശീയ അന്വേഷണ ഏജൻസി പിടികൂടിയത്. ഇതിപ്പോൾ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. നേരത്തെ രേഷ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ 2010 ജൂൺ മാസത്തിൽ പ്രൊഫസർ TJ ജോസഫിന്റെ
കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിലെ പ്രധാനപ്പെട്ട പ്രതിയും വർഷങ്ങളോളം കണ്ണൂരിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ രഹസ്യ താവളത്തിലാണ് ഒളിച്ചു കഴിഞ്ഞത്. അപ്പോൾ കേരളം ഭീകരശക്തികളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് എന്ന വാദത്തിന് കൂടുതൽ കരുത്ത് പകരുന്നതാണ് ഈ പള്ളുരുത്തിയിൽ നിന്നും കൊടും ഭീകരൻ പിടിയിലായ സംഭവം. രേഷ്മ ബാബുവാണ് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ചേർന്നത്.